നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കർക്കിടകം 1 മുതൽ രാമായണ മാസാചരണം ആരംഭിക്കുന്നു. ഇനി 1 മാസം നീളുന്ന രാമായണ പാരായണം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമെന്ന് മന്ത്രി കെ രാജൻ. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ആനയൂട്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. വെള്ളാനിക്കര ചിറക്കാക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലും രാമായണ മാസാചരണം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് കർക്കിടകം 1. രാമായണ മാസം. രാമായണം എന്ന ഇതിഹാസത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഇന്നത്തെ ഹൈന്ദവ ആചാരങ്ങളിൽ പലതും. കുടുംബ വ്യവസ്ഥ തകർന്നാൽ വേരറ്റ വൻമരങ്ങൾ വീഴുന്ന പോലെ രാമായണവും സംരക്ഷിക്കപ്പെടുന്നു. സനാതന സാമൂഹ്യ വ്യവസ്ഥ എന്ന കുടുംബ വ്യവസ്ഥയാണ് കൊല്ലവർഷത്തിലെ 12ാമത്തെ മാസമായ കർക്കിടകം അഥവാ പഞ്ഞമാസം, രാമായണ മാസം. സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്കിടയിൽ കർക്കിടക മാസം വരും. ഈ മാസത്തിന്റെ പേർ ചിലർ കർക്കിടകം എന്ന് തെറ്റായി ഉച്ചരിക്കുകയും മാസികകൾ രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. കനത്ത മഴ ലഭിക്കുന്ന മാസമാണ് കർക്കടകം. അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നതുകൊണ്ട് കള്ളക്കർക്കടകം എന്ന പേര് തന്നെ നിലവിലുണ്ട്. മഴക്കാല രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകും. കാർഷിക മേഖലയെ സംബന്ധിച്ച് വരുമാനമൊന്നുമില്ല. അതുകൊണ്ട് പഞ്ഞമാസം. ഹൈന്ദവ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും 1 മാസം നീണ്ടു നിൽക്കുന്ന രാമായണം വായന നടക്കും. ചിലർ വ്രതമെടുക്കും. അതുകൊണ്ട് കർക്കിടകത്തിന് രാമായണ മാസം എന്നും പറയുന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രസിദ്ധമായ നാലമ്പല ദർശനം ഈ മാസത്തിലാണ്. പണ്ടുകാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടിയിരുന്നതും ഇക്കാലത്ത്. മലയാളികൾ ശരീരപുഷ്ടിക്കും ആയുരാരോഗ്യവർദ്ധനവിനുമായി ഔഷധക്കഞ്ഞി കഴിക്കുന്നു. കർക്കിടക മാസത്തിൽ ആരോഗ്യ പരിപാലനത്തിനായി ഈ കഞ്ഞി ഒരു വലിയ വിപണി തന്നെ ആയി. മുക്കുറ്റി, പൂവാംകുറുന്തില, കറുക, നിനപ്പന തുടങ്ങി ഒരുപാട് ധാന്യങ്ങളും കർക്കിടക കഞ്ഞി തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു. ആയുർവേദ കേന്ദ്രങ്ങളിൽ കർക്കിടകത്തിൽ എണ്ണത്തോണി മുതലായ പ്രത്യേക സുഖചികിത്സയും ഇന്ന് ലഭിക്കുന്നുണ്ട്. നാളെ വൈകിട്ട് വരെ അതിതീവ്ര മഴ രേഖപ്പെടുത്തും എന്നുള്ളതുകൊണ്ട് ജില്ലയിൽ കൺട്രോൾ റൂമുകൾ തുറന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമായെന്ന് മന്ത്രി. എല്ലാ താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂമും ദുരിതാശ്വാസ കേന്ദ്രങ്ങളും തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജില്ലകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നു. NDRF സംഘങ്ങൾ സജ്ജമാണ്. മലയോര മേഖലകളിലേക്ക് യാത്രാ നിരോധനം ആവശ്യമുണ്ടെങ്കിൽ നടപ്പിലാക്കണം. 6 ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ സജ്ജം. ഏതെങ്കിലും തരത്തിലുള്ള വിനോദത്തിന്റെ അവസരമായി മഴയെ കണക്കാക്കരുത്. ആത്മവിശ്വാസത്തിലാണെങ്കിലും ജലാശയങ്ങളിൽ ഇറങ്ങരുത്. മലയോര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത വേണം. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം തുടരുകയാണ്. കോട്ടയം കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിന്റെ നടപ്പന്തലിന് മുകളിലേക്ക് മരം വീണു. വലിയ അപകടമുണ്ടായി. കനത്ത മഴയിലും കാറ്റിലുമാണ് സംഭവം. 500 വർഷം പഴക്കമുള്ള കാഞ്ഞിര മരം കടപുഴകി വീണു. ആളപായമില്ല. മലപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിലേക്ക് മരം വീണ് കണ്ടക്ടർക്ക് പരിക്കേറ്റു. മലപ്പുറം എടവണ്ണപ്പാറ പണിക്കപ്പുരയിൽ അപകടമുണ്ടായി. കണ്ടക്ടർ ജിഷ്ണുവിനാണ് പരിക്ക്. മലപ്പുറം താമരക്കുഴിയിൽ ഗുഡ്സ് ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണു. ഡ്രൈവർക്ക് പരിക്ക്. കുന്നുമൽ സ്വദേശി അബ്ദുൾ റഹീമിനാണ് പരിക്ക്. തൊട്ടടുത്ത കെട്ടിടത്തിൽ നിന്നും സാധനങ്ങൾ കയറ്റിവന്ന വാഹനത്തിന് മുകളിലാണ് മരം ഒടിഞ്ഞു വീണത്. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു മാറ്റി. പരിക്കേറ്റയാളെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ രാമായണ മാസം തുടക്കം കുറിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട് എന്ന പരിപാടികൾ പൂർവാധികം ഭംഗിയായി നടന്നു. രാവിലെ 5 മണിക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ, പുലിയന്നൂർ ജയന്തൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം ആരംഭിച്ചു. 9:30 ആനയൂട്ട് ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ഗുരുവായൂർ ദേവസ്വം ലക്ഷ്മിക്ക് ആദ്യ ഉരുള നൽകി ഊട്ട് ഉദ്ഘാടനം ചെയ്തു. 61 ആനകൾ പങ്കെടുത്തു. റവന്യൂ മന്ത്രി കെ രാജൻ, ADGP വിജയൻ, കളക്ടർ കൃഷ്ണതേജ, പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ, മെമ്പർമാരായ മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലത്ത്, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ, സമിതി പ്രസിഡന്റ് P. പങ്കജാക്ഷൻ, സെക്രട്ടറി ഹരിഹരൻ, ശശിധരൻ, അനിൽകുമാർ,
സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 10,000-ഓളം പേർക്ക് അന്നദാനം നടത്തി. വൈകിട്ട് ഭഗവത് സേവ ഉണ്ട്. പ്രസിദ്ധമായ താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ട് നടന്നു. സമീപത്തുള്ള താണിക്കുടം പുഴ കരകവിഞ്ഞ് ക്ഷേത്രത്തിലെത്തി വിഗ്രഹത്തെ മൂടുമ്പോഴാണ് ആറാട്ട്. ദേവിയോടൊപ്പം ആറാടാൻ ദൂരത്ത് നിന്ന് ജനങ്ങളെത്തും. ദേവിയോടൊപ്പം ആറാടുന്നത് മൂലം പല രോഗങ്ങൾക്കും ശാന്തിയാകുമെന്നാണ് വിശ്വാസം. പുഴ കരകവിഞ്ഞ് ദേവിയെ ആറാടിക്കുന്ന ചുരുക്കം സ്ഥലങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. അതിനാൽ തന്നെ ചില വർഷങ്ങളിൽ ആറാട്ടുണ്ടാകാറില്ല. വികസനം പുരപ്പുറ പ്രസംഗത്തിൽ ഒതുങ്ങുന്നു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ വികസന പദ്ധതികൾ ജലരേഖയാകുന്നു. രാഷ്ട്രീയ ചേരിതിരിവെന്ന് ഒരു വിഭാഗം. അനിലക്കര MLAയുടെ സമയത്ത് സ്കൂൾ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർമ്മാണ ഘട്ടങ്ങൾ ആരംഭിച്ചു. മൊത്തം 5.5 കോടി രൂപയുടെ പദ്ധതി. അനിലക്കരയുടെ ഫണ്ട് 90 ലക്ഷം രൂപ പാസ്സായി കിടക്കുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ഇതുവരെയും നിർമ്മാണ പ്രക്രിയകൾ ഒച്ചിഴയുന്ന പോലെ. നിലത്ത് ടൈൽസ് വിരിക്കണം, ബാത്റൂം സജ്ജീകരണം, ഗോവണി, പഠനാവശ്യത്തിനുള്ള ലാബ്, ഇതൊന്നും പണി മുഴുമിപ്പിച്ചിട്ടില്ല. നിർമ്മാണം പൂർത്തീകരിക്കണമെന്നുള്ള ഫയലുകളും ശുപാർശകളും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മേശയ്ക്ക് മുകളിലെ ചുവപ്പ് നാടയ്ക്കുള്ളിൽ അടയിരിക്കുന്നു. ടെൻഡർ വിളിച്ച കരാറുകാരൻ നഷ്ടത്തിലാണെന്നും പറഞ്ഞ് വാതിലുകളും വിലപിടിപ്പുള്ളവയും കൈക്കലാക്കി സ്ഥലം വിട്ടു. വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ തുലാസിലാണ്. പഠിപ്പിക്കാനുള്ള സ്ഥലമോ കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിനുള്ള സ്ഥലമോ അധ്യാപകർക്കുള്ള വിശ്രമ മുറിയോ തുടങ്ങിയ സമ്പ്രദായങ്ങളൊന്നുമില്ലാതെ അധ്യാപകരും നട്ടം തിരിയുന്നു. സ്കൂളിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടും വിദ്യാർത്ഥികളുടെ ശോഭനമായ ഭാവി മുന്നിൽ കണ്ടും ഉന്നത വൃത്തങ്ങളിലേക്ക് ഫയലുകൾ എത്തിയെങ്കിലും അധികൃതരുടെ ഉദാസീനതയിൽ കാലതാമസം. PTA മീറ്റിംഗ് വിളിച്ചാൽ പോലും രക്ഷിതാക്കളുടെ അഭാവം. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ രൂപവൽക്കരിച്ച് ശ്രമങ്ങൾ തുടരുമ്പോഴും ഡിവിഷൻ കൗൺസിലറെ പല സന്ദർഭങ്ങളിലും തഴയുന്നു എന്ന പരാതി. നഗരസഭ അധികൃതർ വേണ്ടത്ര ശുഷ്കാന്തി പ്രകടിപ്പിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഈ സങ്കീർണമായ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ സേവ്യർ ചിറ്റിലപ്പള്ളി MLA പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധികൾ വളരെയേറെയാണ്. തൃശൂർ വെള്ളാനിക്കര ചിറക്കാക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 32ാമത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും മഹാഗണപതി ഹോമവും ജൂലൈ 16 മുതൽ 22 വരെ. യജ്ഞശാലയിലേക്കുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വഹിച്ച ഘോഷയാത്ര വൈകിട്ട് 5:30 താണിക്കുടം ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്ര സന്നിധിയിലെത്തിയ ശേഷം ദീപാരാധന, ആചാര്യവരണം എന്നിവയ്ക്ക് ശേഷം ബ്രഹ്മശ്രീ ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തി, ബ്രഹ്മശ്രീ നന്ദാത്മജാനന്ദ സ്വാമികൾ, ബ്രഹ്മനി ഇളങ്ങൂമന നാരായണൻ നമ്പൂതിരി എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം മേൽശാന്തി ജിനീഷ് വാഴപ്പുള്ളി വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. യജ്ഞാചാര്യൻ രാമനാഥൻ പറവൂർ ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തി. ഉച്ചയ്ക്ക് 11 മുതൽ 2:30 വരെ പ്രസാദ ഊട്ടുണ്ടായിരുന്നു. നരസിംഹത്തിന്റെ അമ്മമാരുണ്ടാവും വേറെ ആരും ഉണ്ടാവില്ല. നരസിംഹത്തിന്റെ അമ്മമാര് മാത്രം. ആരാത്? നരസിംഹത്തിന്റെ അമ്മ തൂണ് പൊട്ടിപ്പിളർന്നല്ലേ നരസിംഹം വന്നത്. അതുകൊണ്ടാണ് കുറെ തൂണുകൾ മാത്രം ഉണ്ടാവും. ആ തൂണുകൾക്കെങ്കിലും പോഷകം. അപ്പൊ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വ്യാസനോട് പറഞ്ഞു, നീ അറിയേണ്ടതിനെ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് നിനക്ക് ഇതിന്റെ അബദ്ധങ്ങൾ വന്നേക്കുന്നത്. അതുകൊണ്ട് സാക്ഷാൽ ബ്രഹ്മമായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ കുറിച്ച് എഴുതൂ. ആ ഗുരുവായൂരപ്പനെ മുഖ്യ കഥാപാത്രമായിട്ട് നീ ഒരു ഗ്രന്ഥം ചുമക്ക് നിനക്കറിയുള്ളത്. അതുകൊണ്ടുകൂടി വ്യാസൻ ഗ്രന്ഥം ചുമക്കാണ്. അപ്പോഴാണ് മഹാഭാരത യുദ്ധം കഴിഞ്ഞ ഓർമ്മയാണ് വ്യാസന്റെ മനസ്സിൽ. അവിടെ രാത്രി 12 മണിക്ക് ഭിന്നശേഷി വിഭാഗക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിദ്യാകിരണം, വിദ്യാജ്യോതി, പരിണയം, മാതൃജ്യോതി, സ്വാശ്രയ, വിജയാമൃതം, സഹചാരി, വിദൂര വിദ്യാഭ്യാസം, ശ്രേഷ്ഠം, ഇംപ്രസ് മണി പദ്ധതികൾക്ക് അർഹരായവർ സുനീതി പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ചെമ്പുക്കാവ് മിനി സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04872321 ഒരിടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി,
ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി, an ISO certified laboratory. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ടൊന്നും പറയാൻ പോരുത്. അല്ലച്ച, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അതെ അതെ. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഒല്ലൂരിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം കോർപ്പറേഷൻ പൊളിച്ചു നീക്കിയതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ വാഴയില തലയിൽ ചൂടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ 29ാം ഡിവിഷനിൽ ഉൾപ്പെട്ട ഒല്ലൂർ ക്രിസ്റ്റഫറിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഡിവിഷൻ കൌൺസിലറുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റിയത്. ഇതിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും ആശ്രയിച്ചിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ചേമ്പിലയും വാഴയിലയും തലയിൽ ചൂടി ഒല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലക്കൽ അധ്യക്ഷനായി. ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. MV ജോണി, EV സുനിൽ രാജ്, ഫ്രാങ്കോ തൃക്കുകാരൻ, ജോസ് പറമ്പൻ, ഷാജു തൊമ്മാന, PD പോൾ എന്നിവർ സംസാരിച്ചു. പൊന്നൂക്കര തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കിടകം 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിലാണ് രാമായണ മാസാചരണം ആചരിക്കുന്നത്. അന്നേ ദിവസങ്ങളിൽ രാമായണ പാരായണം, ഭക്തി പ്രഭാഷണം, ഔഷധക്കഞ്ഞി വിതരണം എന്നിവയുണ്ടാകും. രാമചന്ദ്രന് ആംബിലി കളരിക്കലിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണം നടത്തും. രാമായണ മാസാചരണ ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, ട്രഷറർ സുനിൽകുമാർ തെക്കൂട്ട്, സുനിൽ കുഴിച്ചാമടത്തിൽ, സുരഭിദാസ് പത്താഴക്കാടൻ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 4-ന് ഗണപതി ഹോമം, ഇല്ലം നിറ, ഗജപൂജ, ആനയൂട്ട് എന്നീ ചടങ്ങുകൾ നടക്കും. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ യൂത്ത് അസോസിയേഷനും വുമൺ യൂത്ത് അസോസിയേഷനും സംയുക്തമായി യുവജനങ്ങൾക്കായി നടത്തിയ യൂത്ത് കോൺഫറൻസ് സമാപിച്ചു. ദർശന ക്യാമ്പ് സെന്ററിൽ 4 ദിവസമായി നടന്ന യൂത്ത് കോൺഫറൻസിന്റെ സമാപന സമ്മേളനം റൗഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത നിർവഹിച്ചു. വുമൺ യൂത്ത് അസോസിയേഷൻ കേന്ദ്ര സമിതി ജനറൽ സെക്രട്ടറി ഫെബി കെവിൻ സ്വാഗതം പറഞ്ഞു. യൂത്ത് അസോസിയേഷൻ കേന്ദ്ര സമിതി ജനറൽ സെക്രട്ടറി ജോഫിൻ ജോൺ ഒല്ലുകാരൻ നന്ദി അറിയിച്ചു. സെക്രട്ടറി ക്ലർജി ഫാദർ KR ഈരാശു, ദർശന പാസ്റ്ററൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോസഫ് തുടങ്ങി മറപ്രേം സൺഡേ സ്കൂൾ അസിസ്റ്റന്റ് സെക്രട്ടറി റിൻഡോ ജോസ് എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.
പ്രവർത്തനങ്ങളിലൊക്കെ വളണ്ടിയേഴ്സായിട്ട് നമുക്ക് വരാൻ പറ്റിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം കുറച്ച് സമയം ഒക്കെ വളണ്ടിയേഴ്സൊക്കെ ആയിട്ട് ഇതുപോലത്തെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ വിചാരിക്കുന്ന ഈ ലോകത്തിൻ്റെ അപ്പുറത്ത് വേറൊരു ലോകം ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു വിഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡാണ്. നമ്മൾ അങ്ങനെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് നമ്മളെ ജീവിതം എന്ത് എന്ന് പലപ്പോഴും തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. പലപ്പോഴും നമ്മുടെ അപ്പനും അമ്മയും വീട്ടുകാരൊക്കെ ആയിട്ട് ഉള്ള ആർഗ്യുമെൻസിൻ്റെ അകത്തുള്ള ഒരു ജീവിതമായിരിക്കും നമുക്കുണ്ടാകുക. ഫ്രണ്ട്സിൻ്റെ അകത്തുള്ള ഒരു ആർഗ്യുമെൻസിൻ്റെ അകത്തുള്ള ഒരു ജീവിതമാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മുടെ അത്ര പോലും കപ്പാസിറ്റി ഇല്ലാത്തവർ ബട്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്കും കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഭ ഇപ്പോൾ പുതിയത് ഒരു പരിപാടി തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് താല്പര്യമുള്ളവർ വളണ്ടിയേഴ്സായിട്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തന്നെ അത് ഗുണമായിരിക്കും. കാരണം ഇതുപോലെയൊക്കെ ആളുകളൊക്കെ ഈ ലോകത്ത് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് എന്ന രീതിയിൽ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കനത്ത മഴയിലും വീശിയടിച്ച കാറ്റിലും ഭീമാകാരമായ പാഴ്മരം കടപുഴകി വീണു. റോഡിന്റെ മറുവശത്തേക്ക് വീണതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അഗമന ശാസ്താക്ഷേത്രത്തിന് സമീപത്തെ പാലത്തിന് സമീപത്തെ വർഷങ്ങളോളം പഴക്കമുള്ള പാഴ്മരമാണ് നിലംപൊത്തിയത്. സമീപത്തുള്ള പെട്ടിക്കടയും തകർന്നു. സംഭവം നടക്കുമ്പോൾ കട തുറക്കാതിരുന്നത് വലിയ ദുരന്തത്തിൽ കലാശിച്ചില്ല. രാവിലെ 9ഓടെയായിരുന്നു സംഭവം. മരം കടപുഴകി വീണത് റോഡിന്റെ മറുവശത്തായതിനാൽ ഗതാഗത തടസ്സം ഉണ്ടായില്ലെങ്കിലും റോഡിന്റെ വശത്ത് വൻ ഗർത്തം രൂപപ്പെട്ടു. അപായ സൂചന നൽകിയാണ് വാഹനങ്ങളെ സഞ്ചരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിമിർത്തു പെയ്ത മഴയിൽ നഗരസഭയുടെ പ്രാന്തപ്രദേശങ്ങളിൽ മരശിഖരങ്ങൾ റോഡിലേക്കും വൈദ്യുതി ലൈനിലേക്കും വീണ് ഗതാഗത തടസ്സവും വൈദ്യുതി തടസ്സവും ഉണ്ടായിരുന്നു. ഒല്ലൂക്കര സെന്റ് ജോസഫ് പള്ളിക്ക് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണ് സാരമായ നാശനഷ്ടമുണ്ടായി. ചൊവ്വാഴ്ച രാവിലെ പള്ളിക്ക് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വൻ മരം പള്ളിയുടെ മുകളിലുള്ള തെങ്ങിലേക്ക് വീണു. തെങ്ങിനെയും ഒടിച്ച് പള്ളിക്ക് മുകളിൽ പതിച്ചു. തൃശൂർ മേയർ സംഭവ സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കാനുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി. പള്ളിക്ക് പിറകിലെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന വഴിയിലാണ് മരം വീണത്. ഇന്ന് അവധിയായതിനാൽ വൻ അപകടം ഒഴിവായി. ഏത് സമയത്തും ഈ മരം മറിഞ്ഞു വീഴാൻ നിൽക്കുന്ന അപകടകരമായ അവസ്ഥ പള്ളി അധികാരികൾ മരത്തിന്റെ ഉടമയെ പലവട്ടം അറിയിച്ചിട്ടും മരം മുറിച്ചു നീക്കാൻ കൂട്ടാക്കിയില്ലെന്ന് പറയുന്നു. അതിന് പള്ളോട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള ഒരു മരം ഒരു മാവ് ഒരു തെങ്ങിൻ്റെ മുകളിലേക്ക് വീണു. തെങ്ങിൻ്റെ മുകളിൽ ഒരു പള്ളിയുടെ മുകളിൽ വീണിരിക്കും. വലിയ ഡാമേജ് 3 വർഷം അടിവശമായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ഉദ്യോഗസ്ഥന്മാരെ ഇന്നത്തെ ഡ്യൂട്ടിക്കാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഇത് അനധികൃതമായിട്ടാണെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇന്ന് മുടക്ക് ദിവസമാണ്. അതനുസരിച്ച് അനധികൃതമായിട്ട് വർക്ക് നടത്തി അതിൻ്റെ ഭാഗമായി മാവിൻ്റെ വേര് അയാൾ വെട്ടി വളരെ ബുദ്ധിമുട്ടാക്കിയപ്പോഴാണ് ഈ സാധനം മറിഞ്ഞു വരുന്നത്. ഞാനിവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പല പ്രാവശ്യം ഇയാളോട് പറഞ്ഞിട്ടുണ്ട് ഈ മരം വിടാൻ സാധ്യതയുണ്ട്, തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് വെട്ടി മാറ്റാമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇദ്ദേഹം കൂട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് എന്തുണ്ടായി, വലിയൊരു പ്രശ്നത്തിലേക്കായി. ഇതുപോലെ തന്നെ അനധികൃതമായ അതിനുശേഷം അയാൾ പല പ്രാവശ്യം ആരോടും ചോദിക്കാതെ കോർപ്പറേഷൻ അറിയാതെ ആ പ്രദേശത്ത് അഡീഷണലായിട്ട് ഇന്ന് മുടക്കായതുകൊണ്ട് പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വീണിട്ടുള്ളത്. എന്തായാലും ഇതൊരു നല്ല പ്രവണതയല്ല. അത് ഇത് മുറിച്ച് മാറ്റണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് ഒരു 10-50,000 രൂപ അതിന് തന്നെ വേണം. അതുപോലെ തന്നെ പള്ളിയുടെ ഡാമേജ് ഞാൻ നോക്കിയപ്പോൾ 2 ലക്ഷം രൂപയുടെ ഡാമേജ് അവർക്ക് സംബന്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രവർത്തന ദോഷം കൊണ്ടാണെന്ന് പറയുമ്പോഴാണ് ഇതൊരു കലാമിറ്റീസ് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. വ്യാപാരി വ്യവസായി സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാര മിത്ര മരണാനന്തര സഹായം അത്താണി യൂണിറ്റിലെ ജയകുമാറിന്റെ കുടുംബത്തിന് കുന്നംകുളം MLA AC മൊയ്തീൻ കൈമാറി. 5 ലക്ഷം രൂപയുടെ ചെക്കാണ് കുടുംബാംഗങ്ങൾക്ക് നൽകിയത്. ചെറുകിട വ്യാപാരികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് വ്യാപാര മിത്ര പദ്ധതി. സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷത വഹിച്ചു. സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, ബ്യൂട്ടി പാർലർ സമിതി സംസ്ഥാന പ്രസിഡന്റും സമിതി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ബിന്ദു സജി, പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ, സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം N സുകുമാരൻ, ജില്ലാ കമ്മിറ്റി അംഗം MA മോഹനൻ, ഏരിയ ട്രഷറർ TD ദയൻ, അത്താണി യൂണിറ്റ് സെക്രട്ടറി TI ബൈജു, ട്രഷറർ PA പ്രസാദൻ, സമിതി ഏരിയ സെക്രട്ടറി NG സന്തോഷ് ബാബു, ഏരിയ പ്രസിഡന്റ് EK കുമാരൻ എന്നിവർ സംസാരിച്ചു.
ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇടക്കാലത്തുണ്ടായ ചില സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായതല്ല, മറ്റു മേഖലയിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആ മേഖലയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനും ചെറുകിട വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഊന്നൽ കൊടുക്കണം എന്നും പൊതുവിൽ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വ്യാപാര മന്ത്രാലയം വ്യാപാര മിഷനും രൂപീകരിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഓൺലൈൻ വ്യാപാരത്തെ എങ്ങനെ നമ്മൾ ചെറുക്കുക? പുതിയ പ്രശ്നം വന്നില്ലേ? ഗവൺമെന്റ് നികുതി കിട്ടുന്നില്ല. ഓൺലൈൻ വ്യാപാരത്തെ വല്ലാണ്ട് ടാക്സ് GST കൊടുക്കില്ല, സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതമില്ല, ഇത് വരുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ഗവൺമെന്റ് കണ്ടിട്ടുണ്ട്. വ്യാപാരത്തിന്റെ പുതിയ മേഖലകളിൽ ഡെലിവറി വീടുകളിലേക്ക് ധാരാളം തുടങ്ങി. ചെറുകിടക്കാരന് ഡെലിവറി നടത്താൻ കഴിയുക, നടത്തിയാൽ ലാഭം ഉണ്ടാവുമോ? ചെയ്യുന്നവരുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഗ്രാമപ്രദേശം മറ്റു പ്രദേശങ്ങളിലൊക്കെയുള്ള പലചരക്ക് കച്ചവടക്കാരൊക്കെ സാധനം എത്തിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാറുകയാണ്. മാറ്റങ്ങൾക്ക് എതിരായി നിൽക്കാൻ നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. മാറ്റങ്ങളോടൊപ്പം നിന്ന് ആ മാറ്റത്തിന് അതിജീവിക്കാനുള്ള മാർഗം കണ്ടെത്തണം എന്നുള്ളത് കൊണ്ടാണ് അതിന് ഗവൺമെന്റ് ആവുന്ന രീതിയിൽ പരിശ്രമിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുക. ഇവിടെ സംസ്ഥാന പ്രസിഡന്റാണ് VKC. നല്ല വ്യാപാരിയാണ്, നല്ല വ്യവസായിയുമാണ്. ഞങ്ങളിടയ്ക്ക് ഈ തിരുവനന്തപുരത്തൊക്കെ പൊതുയോഗത്തിന് പോയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അസംബ്ലിയിലുണ്ടായിരുന്നു. ആ മൂപ്പിലാൻ നിങ്ങൾ ഈ നോക്കുമ്പോൾ എന്താണ് നോക്കുക റോട്ടില്? മറ്റൊരു വേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. വാർത്തകളിലേക്ക് വീണ്ടും. ശക്തമായ മഴയിൽ ഒല്ലൂരിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു. ഏറെ നേരം ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഒല്ലൂർ ചീരാച്ചി വളവിലാണ് ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ പെയ്ത ശക്തമായ മഴയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണത്. റോഡ് സൈഡിൽ നിന്നിരുന്ന മാവാണ് റോഡിന് കുറുകെ വീണത്. ഏറെ വാഹന തിരക്കുള്ള റോഡിൽ മരം വീഴുന്ന സമയത്ത് വാഹനങ്ങൾ വരാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി. റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണെങ്കിലും മരക്കൊമ്പ് റോഡിൽ കുത്തി നിന്നതിനാൽ കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചില്ല. വിവരമറിഞ്ഞ് തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയുടെ ഒരു യൂണിറ്റ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ റോഡിലേക്ക് വീണ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഒല്ലൂർ പോലീസും സ്ഥലത്തെത്തി. മരം വീണ് മേഖലയിലെ വൈദ്യുതി ലൈനുകളും കേബിൾ TV വയറുകളും തകരാറിലായി. കരുവാൻകാട് ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇലക്ട്രിക് പോസ്റ്റിൽ വീണ മരം പോസ്റ്റ് ഒടിഞ്ഞ് ഇലക്ട്രിക് ലൈനുകളും കേബിൾ TV ലൈനുകളും പൊട്ടിച്ചു. ഇതോടെ വൈദ്യുതിയും കേബിൾ TV ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. ഉദ്യോഗസ്ഥരെത്തി പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ആരംഭിച്ചു. നിർത്താതെ പെയ്യുന്ന മഴ പ്രതിബന്ധം സൃഷ്ടിക്കുകയാണ്. ശക്തമായി തുടരുന്ന പെരുമഴയിൽ വാഴാനി ഡാം നിറയുന്നു. 57.30 വാട്ടർ ലെവൽ. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ മാത്രം 120 mm ലഭിച്ചു. ഇപ്പോൾ 67.38 mm വെള്ളം നിലവിലുണ്ട്. 69.8 എത്തിയാൽ ജില്ലാ ഭരണകൂടം ജാഗ്രത നിർദ്ദേശം നൽകും. കനത്ത മഴ തുടരുകയാണെങ്കിൽ ഡാം തുറന്നുവിടേണ്ട സാഹചര്യമാണ്. കാലാവസ്ഥാ പ്രവചനം സാധൂകരിക്കും വിധമാണ് മഴയുടെ തോത് വർദ്ധിക്കുന്നത്.
വെള്ളം നിറഞ്ഞ് മച്ചാട് മാമലകളെ തൊട്ടുരുമി താഴ്വാരത്തുള്ള വാഴാനി ഡാമിന്റെ പ്രകൃതി സൗകുമാര്യം കണ്ട് ആസ്വദിക്കാൻ പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ച് വിനോദസഞ്ചാരികളുടെ പ്രവാഹമുണ്ട്. മലയാളത്തിലെ ക്യൂർ രചനകളെ മാത്രം ഉൾപ്പെടുത്തി കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച കേൾക്കാത്ത ശബ്ദങ്ങൾ എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. അലീന ആകാശമിഠായി പുസ്തകം ഏറ്റുവാങ്ങി. അക്കാദമി സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ അധ്യക്ഷനായി. അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ, ജനറൽ കൌൺസിൽ അംഗങ്ങളായ ഡോക്ടർ C രാവുണ്ണി, N രാജൻ, ഡോക്ടർ R ശ്രീലത വർമ്മ, അക്കാദമി പബ്ലിക്കേഷൻ ഓഫീസർ NG നയൻതാര, പ്രോഗ്രാം കോർഡിനേറ്റർ KS സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അക്കാദമി ജനറൽ കൌൺസിൽ അംഗവും ട്രാൻസ്ജെൻഡർ കവയിത്രിയുമായ വിജയരാജ മല്ലികയും ഗവേഷകനും കവിയും എഴുത്തുകാരനുമായ NS അനസും ചേർന്നാണ് പുസ്തകത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കർക്കിടകം 1 മുതൽ രാമായണ മാസാചരണം ആരംഭിക്കുന്നു. ഇനി 1 മാസം നീളുന്ന രാമായണ പാരായണം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമെന്ന് മന്ത്രി K രാജൻ. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ആനയൂട്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. വെള്ളാനിക്കര ചിറക്കാക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലും രാമായണ മാസാചരണം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.